ആൻഡ് ഓഗസ്റ്റിൻ പറഞ്ഞത് കൃത്യമാണ്. സ്പോൺസറാണ്. അടുത്ത മാർച്ചിൽ അർജന്റീൻ ടീം ഇവിടെ കളിക്കണോ, മെസ്സി വരണോ എന്ന കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കും, ഞാനാണ് സ്പോൺസർ, ഞാൻ തീരുമാനമെടുക്കുമെന്നതാണ് കൃത്യമായി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ സ്പോൺസർ ആവർത്തിച്ച് പഴിക്കുന്നത് മാധ്യമങ്ങളെ തന്നെയാണ്. മെസ്സി 2025 ഒക്ടോബറോ നവംബറോ എത്തും എന്ന് മുൻപ് പറഞ്ഞത് മാധ്യമങ്ങളല്ല, സ്പോൺസറുടെ അന്നത്തെ പ്രതികരണം. ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ ആരെങ്കിലും ഉണ്ടോ? പോയി ഡിസ്കസ് ചെയ്തിട്ട് ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ ഇത്ര കൂടെ പൈസ അടച്ചോ, ഞങ്ങൾ അർജന്റീന അതിനൊന്നും ആരും ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ലല്ലോ. ആ ഇനിഷ്യേറ്റീവ് ഒന്നും ആയില്ല. അതിന് ഇനിഷ്യേറ്റീവിൻ്റെ ആവശ്യം നമ്മുടെ ഇല്ലതാനും. അതിൻ്റെ ആവശ്യം ഉണ്ടെന്നും പറയുന്നില്ല. പക്ഷേ എന്താണ്, പൈസ കൊടുത്ത ആൾക്കാർക്കും അത് കിട്ടിയ ആൾക്കാർക്കും അത് വാങ്ങിയ ആൾക്കാർക്കും എല്ലാം ഇതിന് ധാരണയുണ്ട്. അർജന്റീന ടീം വരുന്നുണ്ടെങ്കിൽ ഈ 2025 ഒക്ടോബർ നവംബറിൽ വരും. അത് കഴിഞ്ഞ് വരണമെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതൊരു കരാർ ലംഘനമാണ്. റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം മെസ്സി വരാനും അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം കഷ്ടപ്പാട് നമ്മൾ നടത്തും, മാക്സിമം എഫേർട്ട് നമ്മൾ എടുത്തും, നല്ല രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇനി അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. പൈസ മേടിച്ചിട്ട് നമ്മൾ കബളിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതുമായി മുന്നോട്ട് പോകും. ശ്രീ ഡി രവികുമാർ, ഫിഫ ടെക്നിക്കൽ കമ്മിറ്റി അംഗം നോക്കുന്നുണ്ട്. ശ്രീ ഡി രവികുമാർ, എന്താണ് സംഭവിക്കുന്നത്? ആദ്യം ഒരു സ്വകാര്യ ചാനലിൻ്റെ ഉടമസ്ഥൻ സ്പോൺസർ വന്ന് പറയുന്നു മെസ്സിയെ കൊണ്ടുവരും, അർജന്റീൻ ടീം വരുമെന്ന്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി കായിക മന്ത്രി പറയുന്നു ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണെന്ന്. പിന്നീട് കൊച്ചിയിലെ സ്റ്റേഡിയം നവീകരിക്കുന്നു, അതിനുവേണ്ടി ഞങ്ങളാണ് പണം മുടക്കുന്നത്. അവിടുത്തെ ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞു ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല, ആരോ വന്ന് എന്തൊക്കെ ചെയ്യുന്നു, ഞങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷനുമില്ല എന്ന് പറയുന്നു. ഇപ്പോഴിതാ പറയുന്നു വരില്ല, മാർച്ചിൽ വരും. ഇനി മാർച്ചിൽ വരുന്ന കാര്യം അത് ഞാൻ തീരുമാനിക്കുന്ന സ്പോൺസറും പറയുന്നു. ഇത് വെല്ലുവിളിയാണോ, ജനത്തെ പരിഹസിക്കലാണോ, എന്താണ് നടക്കുന്നത്? അല്ല, നമ്മളിതിലെ പരിഹാസത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അവരുടെ ഉദ്ദേശശുദ്ധിയെയും ഞാൻ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ അവരുടെ പ്രിപ്പറേഷൻ ഒന്നും ശരിയായിരുന്നില്ല, വളരെ അമച്വറീഷ് ആയിരുന്നു. ഇപ്പൊ പുള്ളി പറയുന്ന കേട്ട് ഇത് ഗോട്ടി കളിക്കുന്ന പോലെ അല്ല എന്നുള്ളത്. അതാണ് സത്യത്തിൽ ഗോട്ടി കളിക്കുന്ന പോലെയാണ് പുള്ളി ഇതിനെ അപ്രോച്ച് ചെയ്തത്. അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പരാജയം. കാരണം ഒരു ഇന്റർനാഷണൽ മാച്ച് നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പ്രിപ്പറേഷൻ വേണം. അതുപോലെ തന്നെ മന്ത്രി ആരും ഇപ്പൊ പറയുന്ന കേട്ടു ഫിഫയുടെ അംഗീകാരം കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ മാച്ച് ഇപ്പൊ നടക്കുന്നില്ല എന്ന്. ഫിഫയുടെ അംഗീകാരം കിട്ടാതെ ആരെങ്കിലും മാച്ച് അനൗൺസ് ചെയ്യുമോ ലോകത്തിൽ? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് വാട്ട്? ടു ഗെറ്റ് ഫിഫാസ് അപ്രൂവൽ ഫോർ സോ ആൻഡ് സോ ഡേറ്റ് ഫോർ എ മാച്ച് ബിറ്റ്വീൻ എ വേഴ്സസ് ബി. അത് ഫൈനലൈസ് ചെയ്ത് അതിന്റെ കാര്യങ്ങളെല്ലാം ഫിഫയെ ധരിപ്പിച്ച് സാമ്പത്തികമായിട്ടുള്ള അതിനുള്ള സ്പോൺസർ ഉണ്ട്, ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, എവറിത്തിങ് ഈസ് ഇൻ പ്ലേസ്. സോ പ്ലീസ് ഗീവ് us ദിസ് ഡേറ്റ് എന്നും പറഞ്ഞാണ് ഫിഫയിൽ അപ്രോച്ച് ചെയ്യേണ്ടത്. അതും മിനിമം 3 മാസത്തിന് മുമ്പ് ആ ഡേറ്റിന്റെ അപ്രൂവൽ എടുത്തിരിക്കണം. സംസ്ഥാന സർക്കാരിന്റെ കായിക വകുപ്പ് ഇതെല്ലാം നടത്തുന്നതാണല്ലോ നമ്മുടെ മുന്നിലെ ധാരണ, നമ്മുടെ മുൻ അനുഭവങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. ഇത് ഇപ്പൊ ആരാണ് നടത്തുന്നത്? സ്പോൺസർമാരാണോ കൊണ്ടുവരുന്നത്, അതോ സർക്കാരാണോ? ഓർഗനൈസിംഗ് കമ്മിറ്റി ഉണ്ടോ? ആരാണ് നടത്തുന്നത്? ആരാണ് ഫിഫ? ഗോട്ടി കളിക്കാൻ നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പൊ സ്കൂളിൽ പഠിക്കാൻ ഗോട്ടി കളിക്കാൻ പോവുകയാണെങ്കിൽ 3-4 പേർ ചേർന്ന് അതിനുവേണ്ടി ഒരു സ്ഥലമൊക്കെ ഒരുക്കുന്ന ഒരു സാധാരണ പതിവുണ്ടല്ലോ. ഇതിപ്പോൾ ആണെങ്കിൽ പോലും നമുക്കൊരു ഒരു ആംബിയൻസ് ഒരുക്കണമല്ലോ. ആരൊക്കെയാണ് കളിക്കുന്നത്? ഞങ്ങൾ 4 പേരാണ്, ഗോട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നു, കുഴിയെടുത്തു. അതിനൊരു ബേസിക് ഗ്രൗണ്ട് പ്രിപ്പറേഷൻസ് ഇല്ലാതെ ഒന്നും നടക്കില്ല. ഇന്നത്തെ ഫുട്ബോള്, ലോക ഫുട്ബോൾ നമ്മുടെ കൊച്ചുകുട്ടികളെല്ലാം ടിവിയിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നമ്മൾ കാണുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള, പ്രത്യേകിച്ച് കേരളത്തിലെ പ്രബുദ്ധരാണ് ഫുട്ബോൾ ഫാൻസ്. അവരുടെ അടുക്കല് ഇതിപ്പോ ആരോടും നമ്മളാരും പോയി, ഫാൻസ് ആരും പോയി ബെക്ക് ചെയ്തില്ലല്ലോ ഇവരോട്. പ്ലീസ് ബ്രിങ് മെസ്സി, അർജന്റീന നിങ്ങൾ കൊണ്ടുവരുന്നൊന്നും പറഞ്ഞില്ല. ഇവര് തന്നെ എല്ലാം പറഞ്ഞു. ഇപ്പൊ ഇവര് തന്നെ പറയുന്നു ഫിഫയുടെ അംഗീകാരം കിട്ടിയിട്ടില്ല, കിട്ടുമ്പോൾ കളി നടത്തുമോ? ഇതൊരു 3 മാസം മുമ്പേ ഞാൻ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ നടത്തിപ്പുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ എനിക്കിതിന്റെ പല ഇൻസൈഡ് കാര്യങ്ങൾ അറിയാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കൺമുമ്പിൽ കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പൊ അതുമല്ല, ഫിഫയുടെ റൂൾ അനുസരിച്ച് തന്നെ ഇപ്പൊ കേരളത്തിലാണ് നടത്തുന്നത്. ആദ്യം ആര് നടത്തിക്കോട്ടെ, KFA ഇൻവോൾവ് ചെയ്യിക്കണം. കേരള ഫുട്ബോൾ അസോസിയേഷനിൽ കൂടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ പിന്നെ അവരെ കോൺഫിഡൻസിൽ എടുത്തിട്ട് അവരാണ് ഫിഫയുമായിട്ട്, അല്ലാതെ ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷനെ വിശ്വാസത്തിലെടുത്ത് വേണം മുന്നോട്ട് പോകാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷനെ വിശ്വാസത്തിലെടുത്ത് വേണം മുന്നോട്ട് പോകാൻ. ഇപ്പോൾ കൊച്ചിയിലെ എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള ഫുട്ബോൾ ഫെഡറേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 തവണ ആവർത്തിച്ച് വാർത്താ സമ്മേളനം നടത്തി. ഞങ്ങൾക്കിതേക്കുറിച്ചൊന്നും അറിയില്ല. സംസ്ഥാന അസോസിയേഷൻ ചോദിക്കുന്നു, ഫെഡറേഷനോട് ചോദിക്കുന്നു, ഒരു വിവരവുമില്ല.
ഇതാരാണ് തീരുമാനിക്കുന്നത്? എന്താണ് ഈ സ്പോൺസറുടെ റോൾ? എന്താണ് ആൻഡ്രോ അഗസ്റ്റിന്റെ റോൾ? എങ്ങനെയാണ് ആൻഡ്രോ അഗസ്റ്റിന് ഈ കളത്തിലേക്ക് വരുന്നത്? ഈ കളത്തിലെ കളി എന്താണ്? ഇതാണ് സ്പോൺസർഷിപ്പിലൂടെ കൂടുതൽ പണം സമാഹരിക്കാം എന്നുള്ളതാണോ? ആൻഡ്രോ അഗസ്റ്റിന് എങ്ങനെയാണ് വരുന്നത്? എന്തുകൊണ്ടാണ് വി അബ്ദുറഹ്മാൻ കായിക മന്ത്രി കുറേ ദിവസം പ്രതികരിക്കാതെ മാറിയുന്നത്? വലിയ ചോദ്യമാണ്, പലരും ചോദിക്കാൻ പഠിക്കുന്ന ചോദ്യമാണ്. അങ്ങോട്ട് ഞാൻ ചോദിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? ഈ മാർച്ചിൽ വരും, അത് വേണ്ടി വന്നാൽ ഞാൻ തീരുമാനിക്കും എന്ന് ആൻഡ്രോ പറയുന്നത് എങ്ങനെയാണ്? ആൻഡ്രോയ്ക്ക് എന്താണ് റോൾ? മാർച്ചിൽ ഇത് നടക്കാൻ പോകുന്നില്ല. കാരണം മാർച്ചിലെ ഇന്റർനാഷണൽ വിൻഡോ എന്ന് പറയുന്നത് മാർച്ച് 23 മുതൽ 33 വരെയാണ്. അത് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ വേൾഡ് കപ്പ് തുടങ്ങുകയാണ്. നിലവിലുള്ള ചാമ്പ്യന്മാരായ അർജന്റീന വേൾഡ് കപ്പ് മത്സരത്തിന് 2 മാസം മുമ്പ് ഒരു പ്രോപ്പർ ഗ്രൗണ്ട് പോലും ഇല്ലാത്ത കേരളത്തിൽ വന്നിട്ട് കളിക്കുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ കളിയിൽ നിന്ന് അവർക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടുന്നത്? എത്രയോ റിസ്ക് ആയിരിക്കും, ഏതൊക്കെ പ്ലേയേഴ്സ് ഇഞ്ചുർ ആകും. മാർച്ചിൽ ഇത് നടക്കാൻ പോകുന്നില്ല. അവരിപ്പോ തൽക്കാലം അവരുടെ ഒരു പ്രതീക്ഷയാണ്, ആഗ്രഹമാണ്. പക്ഷെ ഞാൻ എഴുതി വെച്ച് തരാം, ഇത് മാർച്ച് വിൻഡോയിൽ നടക്കാൻ പോകുന്നില്ല. പിന്നത്തെ വേൾഡ് കപ്പിന് മുമ്പ് തൊട്ട് മുമ്പുള്ള ഒരു വിൻഡോ ഉണ്ട്, അതിലും നടക്കാൻ പോകുന്നില്ല. ഇതിനെയും 2026 വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നടന്നു എന്ന് വരെ. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒത്തിരി കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് ഈ അനൗൺസ്മെന്റുകളൊക്കെ നടത്തി. മറച്ചുവെച്ച കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ മെസ്സി നമ്മുടെ ഒരു വികാരമാണ്. മെസ്സി വന്നാൽ, ഇപ്പോൾ അർജന്റീനൻ ഫാൻസ് മാത്രമല്ല, ബ്രസീൽ ഫാൻസ് ഉൾപ്പെടെ എല്ലാവരും മെസ്സി വന്നാൽ കാണാൻ പോകും. അത് വലിയൊരു തോതിൽ, ഇപ്പോൾ 50,000 പേരല്ല, അതിനും അപ്പുറത്ത് ആളുകൾ വരും. റോഡ് ഷോ നടത്തുകയാണെങ്കിൽ അത് വലിയൊരു അതിഗംഭീരമായ സംഭവമായി മാറും. നമുക്ക് ആ കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. ഈ കായിക പ്രേമത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇതിന് പിന്നിൽ നടക്കുന്ന ബിസിനസ് എന്താണ്? അത്തരം ബിസിനസ് നടക്കുന്നുണ്ടോ? ഇതിന് പിന്നിൽ എത്ര പണമിടപാട് നടക്കുന്നുണ്ട്? സ്പോൺസർഷിപ്പ് എങ്ങനെയാണ്? അത്തരം കാര്യങ്ങളിലേക്ക് കൂടി പോകണ്ടേ? എങ്ങനെയാണ് സർക്കാരിൻ്റെ കയ്യിൽ നിൽക്കേണ്ട കാര്യങ്ങൾ, കായിക മന്ത്രി അനൗൺസ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് പോകുന്നത്? എങ്ങനെയാണ് ഈ ഡീല് നടക്കുന്നത്? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇതില് ഈ ഡീലുകൾ നടക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം അർജന്റീന നാഷണൽ ടീമിന്റെ ഏഷ്യയിൽ നിന്നുള്ള പല സ്പോൺസറുകളില് 2 എണ്ണം എന്ന് പറയുന്നത്, ഒന്ന് HSBCക്ക് അർജന്റീന നാഷണൽ ടീമായിട്ട് സ്പോൺസർഷിപ്പ് ഡീലുണ്ട്. അതനുസരിച്ച് ഇന്ത്യയോ സിംഗപ്പൂരിലോ മത്സരങ്ങൾ നടത്തണം. അതിന്റെ ഭാഗമായിട്ട് അവർ റിക്വസ്റ്റ് ചെയ്താൽ അർജന്റീനൻ ടീം അത് ഒബ്ലൈ ചെയ്യണം. ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ ശരിയാകുവാണെങ്കിൽ അവർ കളിക്കേണ്ടി വരും ഒരു മാച്ച് ഇന്ത്യയിൽ അല്ലെങ്കിൽ സിംഗപ്പൂരിൽ. പിന്നെ രണ്ടാമത്തെ ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ് ആണ്. എന്റെ സംശയമല്ല, എന്റെ ഒരു നിഗമനമാണ്. ചിലപ്പോൾ ഈ കേരളത്തിലെ ഈ പറയുന്ന സ്പോൺസറും ഗവൺമെന്റും ഒക്കെ കൂടെ ലുലു ഫിനാൻഷ്യൽ ഹോൾഡിങ്സുമായിട്ട് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്താൻ പറ്റും. കേരളത്തിൽ നിന്ന് വേണമെന്നില്ല, ദുബായിൽ തന്നെ ലുലു പൈസ കൊടുത്തെന്നിരിക്കും, ഡോളർ, പല കാര്യങ്ങൾ അവിടെ ഒത്തിരി ഡീലിങ്സ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ലുലു ഗ്രൂപ്പ് ഹോൾഡിങ്സിന്റെ അർജന്റീന ടീമായിട്ടുള്ള സ്പോൺസർഷിപ്പ് എഗ്രിമെന്റ് പ്രകാരം ഇന്ത്യ, ഖത്തർ, UAE, ബഹ്റൈൻ, മലേഷ്യ അങ്ങനെയുള്ള കുറെ രാജ്യങ്ങളിലാണ് അവരുടെ ഒരു മാച്ച്, ഒരു കലണ്ടറിൽ ഒരു മാച്ച് ചിലപ്പോൾ അലോട്ട് ചെയ്തു എന്നിരിക്കും. ഇതെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായി വരുവാണെങ്കിൽ അതാണ് സ്പോൺസർഷിപ്പിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ HSBC ഇതിനകത്ത് ഇടപെടുമെന്ന് തോന്നുന്നില്ല. കേരള ഫുട്ബോൾ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലുമായിട്ടോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റുമായിട്ടൊന്നും HSBC വിൽ നോട്ട് ഡീൽ. അപ്പൊ ഏക സാധ്യതയുള്ളത് ഈ ലുലു ഫിനാൻഷ്യൽ ഗ്രൂപ്പ് ഹോൾഡിംഗ് ആണ്. അവരാണ് സാമ്പത്തിക സ്രോതസ്സുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ അവർ അർജന്റീന ടീമിന്റെ ഒരു ഏഷ്യ സ്പോൺസറായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവരും റിപ്പോർട്ടർ ചാനലും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ധാരണയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പണമിടപാടുകൾ, കോടികളുടെ പണമിടപാടുകൾ നടത്താനും അർജന്റീനയുടെ ഏജന്റിനെ ദുബായ് വിളിച്ചു വരുത്താനും ഡീലിങ്സ് നടത്താനും ഒക്കെ സാധിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ ഇനിഷ്യേറ്റീവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, എൻ്റെ ഒരു നിഗമനമാണ്. ശരി, എങ്കിലും ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ സാധാരണ ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, മെസ്സി വരണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ സാമ്പത്തിക താല്പര്യത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ. പിന്നണിയിൽ പലതും നടക്കാറുണ്ട്. അത് ക്രിക്കറ്റിന്റെ പിന്നണിയിൽ നടക്കാറുണ്ട്, ഫുട്ബോളിന്റെ പിന്നണി. പക്ഷേ ഇതിനൊക്കെ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും വേണം. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഉണ്ടല്ലോ, അതിനൊരു സംവിധാനമൊക്കെ ഉണ്ടല്ലോ. ICC ആണെങ്കിലും ഇപ്പോൾ ഫുട്ബോൾ ഫെഡറേഷനുകളാണെങ്കിലും ഇതിനൊക്കെ ഒരു സംവിധാനങ്ങളുണ്ടല്ലോ. അതിന് പുറത്തൊരാൾ സ്പോൺസറായി വന്ന് ലോകത്തിലെ ഏറ്റവും മികവുറ്റ ടീമിനെ, ലോകകപ്പ് നേടിയ ടീമിനെ ഇവിടെ കൊണ്ടുവരുന്നു, ഏറ്റവും മൂല്യമുള്ള താരത്തെ കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങ് പറഞ്ഞ ചില സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ സ്വാഭാവികമായി അവിടെ വരും. ഇവിടെ വരികയാണെങ്കിൽ 50,000 അല്ലെങ്കിൽ 1,00,000 കാണികൾ ഈ മത്സരം കാണാൻ വരികയാണെങ്കിൽ വലിയ റോഡ് ഷോ എങ്ങനെയായിരിക്കും ഈ പണം ഇവർ തിരികെ പിടിക്കുക? ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാനലിൽ കൂടി മാത്രമായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ റൈറ്റ് കൊടുക്കുക. നമ്മൾ കാണാറുണ്ടല്ലോ,
ഇപ്പോൾ ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുമ്പോൾ, ഫുട്ബോൾ ലോകകപ്പ് നടക്കുമ്പോൾ അതിൻ്റെ റൈറ്റ് കോടാനുകോടിക്കാണ് വിറ്റ് പോകുന്നത്. അത്തരത്തിലൊക്കെ വലിയ സാധ്യതകളല്ലേ ഉള്ളത്? ഈ ഇങ്ങനെയുള്ള സ്പോൺസർഷിപ്പിൽ ഇവന്റ്സ് നടത്തിയിട്ട് അതിൽ നിന്ന് പ്രത്യക്ഷത്തിൽ ലാഭം ഉണ്ടാകണമെന്നില്ലല്ലോ. ഇതിന്റെ പിന്നിൽ ഒത്തിരി എന്നാണ് ഇപ്പൊ സിനിമ പിടിക്കുന്ന പോലെ പല സിനിമകളും പിടിച്ചിട്ട് ആക്ച്വലി നഷ്ടത്തിലായിരിക്കും ഓടുന്നത്. പക്ഷെങ്കിൽ അതിന്റെ പിന്നിൽ ഒത്തിരി ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്ന പ്രക്രിയകളൊക്കെ നടക്കുന്നില്ലേ? അപ്പൊ അങ്ങനെ ഈ പല മെഗാ ഷോകളുടെ ഒക്കെ പിന്നിൽ അങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ കാണും. എനിക്കറിയില്ല, ഐ എം നോട്ട് അക്യൂസിങ് ഓർ അലേജിങ് എനിബഡി ഡൂയിങ് ദാറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞ ഇതിന്റെയൊക്കെ പിന്നിൽ സാധ്യതകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് ഏറ്റവും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പ്രിപ്പറേഷൻ വെറും ഒരു 7s ടൂർണമെന്റ് നടത്തുന്നതിന്റെ പോലും തയ്യാറെടുപ്പുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അർജന്റീന ടീം ഞാൻ വേറൊരു ചാനലിൽ പറഞ്ഞ പോലെ അർജന്റീന ടീം ഇപ്പൊ അടുത്ത വിൻഡോ എന്ന് പറയുന്നത് നവംബർ 10 മുതൽ 18 വരെയാണ് ഇന്റർനാഷണൽ വിൻഡോ ഫിഫയുടെ. അതിനു മുമ്പ് തന്നെ അർജന്റീന ഹാഡ് പ്ലാൻ ദെയർ യൂറോപ്യൻ ട്രെയിനിങ് ക്യാമ്പ് ഇൻ സ്പെയിൻ. ഇപ്പൊ നവംബർ 10 അവർ അർജന്റീന നാഷണൽ ടീം സ്പെയിനിൽ എല്ലാവരും കൂടെ മീറ്റ് ചെയ്തിട്ട് അവരുടെ ട്രെയിനിങ് ക്യാമ്പാണ്. അതിനിടയ്ക്ക് ഒരു ദിവസമാണ് അവർ അങ്കോളയിൽ പോയിട്ട് നവംബർ 14 ഒരു മാച്ച് കളിക്കുന്നത്. ഇതൊക്കെ 3 മാസം മുമ്പേ ഫിഫയിൽ നിന്ന് അപ്രൂവൽ എടുത്ത ഡേറ്റ്സ് ആണ്. അതായത് നവംബർ 14 അർജന്റീന അങ്കോളയിൽ കളിക്കുമെന്ന് പറയുമ്പം അതിന് 3 മാസം. അപ്പൊ ഒരു ഓഗസ്റ്റിൽ തന്നെ ഇതെല്ലാം ഡിസൈഡ് ആയ ഡേറ്റ്സ് ആണ്. പിന്നെ എങ്ങനെ ഇവർ അനൗൺസ് ചെയ്യുന്നത് വരും ഒരാൾ മാർച്ചിൽ കളിക്കണമോ ചോദ്യം ചോദിക്കുമ്പോൾ പ്രകോപനത്തോടുകൂടി അദ്ദേഹം പറയുന്നത് മാർച്ചിൽ കളിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, കാരണം മെസ്സി കയ്യിലിരിക്കുകയാണ് എന്ന അദ്ദേഹത്തിന് അറിയാം മാർച്ചിൽ അർജന്റീന ഇവിടെ വരത്തില്ല, കളിക്കത്തില്ല എന്നുള്ളത്. അപ്പൊ കളിക്കണ്ടെന്ന് പുള്ളി അങ്ങ് തീരുമാനിക്കും. അപ്പൊ കളി വരട്ടെ, അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, മെസ്സി വരട്ടെ, നല്ലത്. പക്ഷേ അതിന് പിന്നിൽ എന്താണ് നടക്കുന്നത്? സംസ്ഥാന സർക്കാരിന്റെ റോൾ എന്താണ്? അത് വളരെ പ്രധാനമാണ്. കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണം നടത്തി. ഇടക്കാലത്ത് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടായില്ല. എന്താണ് സംസ്ഥാന സർക്കാരിന്റെ റോൾ? എങ്ങനെയാണ് സ്പോൺസറെ കണ്ടെത്തിയത്? സ്പോൺസറുടെ റോൾ എന്താണ്? ഫുട്ബോളുമായി ബന്ധപ്പെട്ട നിലവിലെ സംവിധാനങ്ങളിൽ ഏതരത്തിലാണ് ഈ കമ്മ്യൂണിക്കേഷനുകൾ പോയിരിക്കുന്നത്? എന്തുകൊണ്ട് രഹസ്യ സ്വഭാവം? എത്ര രൂപയ്ക്കാണ് ഈ ടീമിനെ കൊണ്ടുവരുന്നത്? സ്പോൺസർഷിപ്പിന്റെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ആരുമായിട്ടൊക്കെയാണ് കൂടിയാലോചനകൾ നടക്കുന്നത്? ആരുമായിട്ടൊക്കെയാണ് ടൈപ്പ് ഉള്ളത്? ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഉത്തരം ഉണ്ടാകേണ്ടതുണ്ട്. മാത്രം പൊതുജനത്തെ പറഞ്ഞു പറ്റിക്കുന്നൊരു പണിയാണോ ഇത് എന്ന കാര്യത്തിലുമൊക്കെ വലിയ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ചോദ്യങ്ങളായി തന്നെ നിൽക്കുകയാണ്.